ഗുരുവിലും ഗുരു പരമ്പരയിലും വന്ദനം. പ്രൗഢമായ ഭാഷണം കൊണ്ടും ദിവ്യമായ സാന്നിധ്യം കൊണ്ടുമൊക്കെ നമ്മളെ അനുഗ്രഹിച്ച, അനുഗ്രഹ ഭാഷണം നടത്തിയ പൂജനീയ സ്വാമിജിയോട് ഏറെ സ്നേഹം, നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പഠന ക്ലാസ് ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഏറെ ദിവസങ്ങളായി ഇതിന്റെ ലിങ്കുകൾ എല്ലായിടത്തേക്കും അയച്ചുകൊണ്ട് ഈ പഠന ക്ലാസ്സിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ അഡ്മിൻ അംഗങ്ങളായ വിശിഷ്യ ശ്രീ നോബൽദാസ് അവർ, ശ്രീ ഷാജി ദാമോദരൻ അവർക്ക് എൻ്റെ നമസ്കാരം അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നും നമ്മുടെ ഈ ജനനി പഠന കേന്ദ്രത്തെ ദീപം തെളിയിച്ചുകൊണ്ട് പ്രകാശവത്താക്കുന്ന ജനനിയുടെ അമ്മ എന്ന് തന്നെ നമുക്ക് പറയാം, നമ്മുടെ ഇന്ദിര ടീച്ചർ. അതുപോലെ തന്നെ ഇന്ന് പഠിതാക്കളായി എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ആത്മജിജ്ഞാസുക്കൾക്കും നമസ്കാരം അർപ്പിക്കുന്നു. സ്വാമിജിയുടെ സംസാരം നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തറച്ചു കയറുന്ന തരത്തിലുള്ള ഒരു ഭാഷണമായിരുന്നു. കാരണം ഇന്ന് ഗുരുവിനെ പൂജിക്കാനും ആരാധന ചെയ്യുന്നതിനൊക്കെ ധാരാളം ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഗുരു പറഞ്ഞത് ഒരു വാക്കെങ്കിലും അനുസരിക്കേണ്ടി വരുമ്പോൾ നമ്മളൊക്കെ ചകിതരാകാറുണ്ട്, ഭയപ്പെടാറുണ്ട്. അപ്പോൾ ആരാധന ചെയ്യുന്നത്ര എളുപ്പമല്ല ഗുരു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത്. അപ്പോൾ ഗുരുവിനോടുള്ള ഭക്തി ആരാധനയിലും പൂജയിലും ഒക്കെ ഒതുങ്ങി പോകാതെ ഗുരുവിനെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് സ്വാമിജി പറഞ്ഞ പോലെ ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ ഗുരു നമുക്ക് പകർന്നു തന്ന മഹാവെളിച്ചത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റി ഈ ജന്മസാക്ഷാത്കാരത്തിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുവാൻ, നല്ല വഴിയെ നയിക്കുവാൻ ഗുരുവിന്റെ ദർശനം നമുക്ക് പ്രകാശമാകണം. അതിന് ഗുരുവിന്റെ കടാക്ഷം തന്നെ നമുക്ക് വേണം. ആ തൃക്കണ്ണിനത്തെയും കടാക്ഷം നമ്മളിലേക്കൊന്ന് ചൊരിയുവാനായിട്ട് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗുരുവിന്റെ വാക്കുകളെ വിചാരം ചെയ്യാൻ ശ്രമിക്കാം. വേദാന്ത സൂത്രം പോലെയുള്ള പ്രൗഢങ്ങളായ കൃതികൾ വിചാരം ചെയ്യുവാനുള്ള കെൽപ്പ്, ത്രാണി നമുക്കൊക്കെ ഇല്ല എന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. കാരണം അവിടുത്തെ അനുഭൂതിയിൽ നിന്നുണ്ടായ ആ ആത്മവജസ്സുകള് അതിനർത്ഥം പറയാനും വ്യാഖ്യാനിക്കാനും നമ്മളെ കൊണ്ടൊന്നും സാധ്യമല്ല. ഇനി എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാലും അതിന് സാധ്യമാകുമോ എന്നാണ് ഗുരുവിനോട് നമുക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ തെറ്റുകളെല്ലാം സ്വാമി പുറത്ത് നമ്മുടെ മനസ്സിനെ തെളിയിച്ചുകൊണ്ട് അവിടുത്തെ വാക്കുകൾ വിചാരം ചെയ്യുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണം എന്നൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് വേദാന്ത സൂത്രത്തിന്റെ പഠനത്തിലേക്ക് കടക്കാം. ഇന്നൊരു ആമുഖം മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞിട്ട്, ഈശാവാസ്യ ഉപനിഷത്തിന്റെ മൂലമന്ത്രവും തർജ്ജമയും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വേദാന്ത സൂത്രത്തിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് അത് ഗ്രഹിക്കാൻ സാധിക്കും എന്ന് കരുതുന്നു. കാരണം വിപുലമായ ഒരു ആശയത്തെ, വേദത്തിന്റെ സാരത്തെ സൂത്രരൂപത്തിൽ ഒരു ചിമിടിയിലാക്കി തരുമ്പോൾ, ആ സൂത്രവാക്യം നമ്മുടെ മുന്നിലേക്ക് കിട്ടുമ്പോൾ വേദം പഠിക്കാതെ, ദർശനം അറിയാതെ നമുക്ക് അതിലൂടെ കടക്കാൻ സാധ്യമല്ല. അപ്പൊ അതിന് ഭാഷ്യം ആവശ്യമുണ്ട്, വ്യാഖ്യാനങ്ങൾ ആവശ്യമുണ്ട്, വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ ഇനി വരുന്നൊരു തലമുറയ്ക്ക് അവിടെ മുമ്പിലേക്ക് ഈ വേദാന്ത സൂത്രം സമർപ്പിക്കുകയാണ്. വ്യാസനു ശേഷം ബ്രഹ്മസൂത്രം രചിച്ച, അല്ലെങ്കിൽ വേദാന്ത സൂത്രം രചിച്ച ഋഷീശ്വരനായ ശ്രീനാരായണ ഗുരുദേവനെ ആർക്കും പരിചയമുണ്ടാവാൻ ഇടയില്ല. പക്ഷേ 24 സൂത്രങ്ങളിലേക്ക് വേദമന്ത്രങ്ങളെ ചെമിഴിലാക്കി സൂത്രിച്ചപ്പോൾ ആ മറസൂത്രിച്ച മുനിയെ ഇനി ലോകം പരിചയപ്പെടണം. ഗവേഷണങ്ങൾ ഉണ്ടാകണം, പഠനങ്ങൾ ഉണ്ടാകണം, ഭാഷ്യങ്ങൾ ഉണ്ടാവണം. ഗുരുവിന്റെ ദർശനം
മനുഷ്യ മനസ്സുകളിലെ പ്രകാശപൂരിതമാക്കണം. വേദങ്ങളിലെ ആ രഹസ്യമായ വിദ്യ, ആത്മവിദ്യ നമുക്കൊക്കെ അതിലേക്കൊക്കെ കടന്നു ചെല്ലാനുള്ള വെളിച്ചം ഒക്കെ നമ്മൾ നേടേണ്ടതുണ്ട്. ഇവിടെ അതിനു മുമ്പ് നമ്മൾ അറിയേണ്ടത്, ഇതെനിക്ക് മനസ്സിലാകുമോ, ഇതെനിക്ക് പഠിക്കാനുള്ള യോഗ്യതയുണ്ടോ, ഞാൻ വേദാന്തം പഠിച്ചിട്ടില്ല, ഞാൻ അക്കാഡമിക് തലത്തിൽ ഉയർന്ന വിദ്യ നേടിയിട്ടില്ല, ഇങ്ങനെയൊന്നുമുള്ള യാതൊരു തരത്തിലുള്ള ശങ്കയ്ക്കും ആവശ്യമില്ല. കാരണം ഗുരുവിനോട് അഗൈതവമായ ഭക്തി ഉണ്ടെങ്കിൽ, കരുണയുണ്ടെങ്കിൽ നമുക്കിത് തെളിയും. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ പൂർണ്ണമായ മനസ്സോടുകൂടി ഗുരുവിൽ മനസ്സർപ്പിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്ര ഭാഗങ്ങൾ നമ്മൾ ഗ്രഹിക്കുക. മനസ്സിലാകാത്തത് ഒരു സീഡായിട്ട് അവിടെ കിടക്കും. അത് വിരിയുക തന്നെ, മുളയ്ക്കുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും ഒരിക്കലും പാഴാവുകയില്ല. ഒരു വിത്തായിട്ട് അവിടെ കിടക്കട്ടെ. മനസ്സിലാകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മുന്നേറാം. പിന്നെ ഇതിന്റെ പഠനം ഭാരതത്തിലെ അധ്യാത്മ ഗ്രന്ഥങ്ങളിലേക്കൊക്കെ നമുക്ക് പ്രവേശിക്കാനും ഗുരുവിന്റെ കൃതികളെ ആഴത്തിൽ അറിയാനും ഒക്കെയുള്ള ഒരു താക്കോല് കൂടിയാണ് ഈ വേദാന്ത സൂത്രത്തിന്റെ പഠനം. നമ്മളൊക്കെ ഒരു മനുഷ്യ ജന്മമെടുത്ത് ഭൂമിയിലേക്ക് വന്നവരാണ്. എത്രയോ ജന്മങ്ങൾ ഈ ലോകത്തുണ്ട്. അതിലെ ശ്രേഷ്ഠജന്മമായ മനുഷ്യജന്മം നമുക്ക് കിട്ടി. ഈ മനുഷ്യജന്മത്തിന് മാത്രമാണ് ശക്തിമത്തരമായ ഒരു അന്ധകരണമുള്ളത്. ആത്മവിചാരം ചെയ്യുവാൻ ആത്മവിചാര സമർത്ഥമായ ശക്തിമത്തരമായ തെളിഞ്ഞ ഒരു അന്ധകരണമുള്ളത് മനുഷ്യ സൃഷ്ടിക്ക് മാത്രമാണ്. മറ്റു ജീവജാലങ്ങൾക്ക് ഈ ലോകത്ത് വംശവർദ്ധനം നടത്തുക, ഉറങ്ങുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഉണ്ണുക, ഉറങ്ങുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ ഏറെയുണ്ട്. ആത്മാനുഭൂതിയുടെ വെളിച്ചത്തിലേക്ക് കടക്കുവാനുള്ള വലിയ ഒരു പ്രതീക്ഷയും നമുക്കുണ്ട്, മനുഷ്യനുണ്ട്. അതുകൊണ്ട് അജ്ഞാനമാകുന്ന കൂട്ടിൽപ്പെട്ട്, അജ്ഞാന അന്ധതയിൽപ്പെട്ട് ദേഹമാകുന്ന കൂട്ടിലൂടെ ജന്മാന്തരങ്ങളായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നാം. എത്രയോ ജന്മങ്ങൾ നമ്മുടെ കടന്നിട്ടുണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ വന്നിരിക്കും, ഓരോ മനുഷ്യനെയും ഈ ലോകത്തേക്ക് വരുന്നത് അനേക ജന്മങ്ങൾക്കുള്ള വിത്തുമായിട്ടാണ്. നമ്മൾ ഓർക്കേണ്ടത്, ഒരു മുറി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആശയം തന്നെയാണ്. കൂരിരുട്ട് മൂടി വർഷങ്ങളോളം, യുഗങ്ങളോളം കിടന്ന ഒരു മുറിയാണെങ്കിലും അതിലേക്ക് വെളിച്ചം വരണമെങ്കിൽ ഒരു പ്രാവശ്യം ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ മതി. അതുപോലെ ജന്മാന്തരങ്ങളായി അജ്ഞാനവും പേറി ജനനമരണ ചുഴിയിലൂടെ അലയുന്നവരാണ് നാം എങ്കിലും ജ്ഞാനത്തിന്റെ ചെറിയൊരു കണിക നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തുമ്പോൾ പതുക്കെ പതുക്കെ ആ കൂരിരുട്ടിനെ അകറ്റി പ്രതീക്ഷയുടെ കിരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വീശി തുടങ്ങും. ഒരു സംശയമില്ല. അതുകൊണ്ട് ഗുരു നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്, നമുക്ക് രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ ലോകത്ത് നേടാനുള്ളത്. ഒന്ന്, ഈ ലോക ജീവിതത്തെ കഷ്ടപ്പാട് കൂടാതെ കഴിച്ചു കൂട്ടണം. 2, ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കണം, മോക്ഷപ്രാപ്തിയിലേക്ക് അണയണം. മോക്ഷപ്രാപ്തിയിൽ അണയുന്നത് വരെ ജനനമരണ ചുഴിയിലൂടെ, ശരീരത്തിലൂടെ ഒന്നു മാറി മറ്റൊന്നായി തുടർന്ന് ഇങ്ങനെ കടന്നു പോകും. ഏതെങ്കിലും ഒരു ശരീരത്തിൽ വരുമ്പോഴെങ്കിലും ഇങ്ങനൊരു കാര്യമുണ്ടെന്നും ഇതെനിക്ക് അറിയണമെന്നും ഇത് കണ്ടുപോയിടണമെന്നും ഒരറിവ്, ഒരു ഗുരുവിന്റെ കാരുണ്യം കൊണ്ട്, ഒരു അനുഗ്രഹം കൊണ്ട് നമ്മളിലേക്ക് ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ കൃതാർത്ഥരല്ലേ? അതിന് നമ്മളെ അറിയിക്കുന്നതിന് ഒരു ഗുരു നമ്മുടെ മുന്നിൽ വേണം. നമ്മൾ എപ്പോഴും വിചാരം ചെയ്യുന്നൊരു കാര്യമാണത്. അപ്പോൾ അവിടെയാണ് നാം ആദ്യം നമ്മളോട് ഗുരു പറഞ്ഞത്, എൻ്റെ ലോകജീവിതം കഷ്ടപ്പാട് കൂടാതെ കടന്നു പോകണം. നമുക്ക് വിശപ്പുണ്ട്, നമുക്ക് ജീവിതത്തിന് ആവശ്യമായ, പ്രായോഗികമായ ജീവിതത്തിന് ആവശ്യമായ സകലതും നമുക്ക് വേണം. അത് അടുക്കും ചിട്ടയോടുള്ള ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. അതിനാണ് ഗുരു പറഞ്ഞത്, നമുക്ക് ശ്രീനാരായണ ധർമ്മത്തിൽ അടുക്കും ചിട്ടയോടും കൂടി ജനനം മുതൽ മരണം വരെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന് വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്ന ശ്രീനാരായണ സ്മൃതി, ശ്രുതിയിലേക്ക് സഞ്ചരിക്കാനുള്ള വഴിയാണ് സ്മൃതി. കാളിദാസൻ രഘുവംശത്തിൽ പറയുന്ന പോലെ, ശ്രുതേരിവാർത്തം സ്മൃതി മന്യുഗച്ഛത്. കാമധേനുവിനെ അനുഗമിക്കുന്ന നന്ദിനി പശുവിനെ വർണ്ണിക്കുന്ന സമയത്താണ് പറയുന്നത്,
ശ്രുതിയുടെ അർത്ഥത്തെ പിന്തുടരുന്ന സ്മൃതിയെ പോലെ. അപ്പൊ നമ്മൾ ഈ സ്മൃതി പഠിക്കുന്നത് മറക്കാതെ ഓർക്കേണ്ടുന്ന കാര്യങ്ങൾ എന്നാണ് സ്മൃതിക്ക് അർത്ഥം. ഈ സ്മൃതി പഠിക്കുന്നത് ശ്രുതിയിലേക്ക് എത്താനാണ്, തത്വത്തിലേക്ക് എത്താനാണ്, ദർശനത്തിലേക്ക് എത്താനാണ് എന്നൊരു ബോധം കൂടി നമുക്ക് വേണം. പിന്നെ അങ്ങയുടെ പരമപദം പ്രാപിക്കുന്നതിനുള്ള വഴിയാണ് അവിടുത്തെ കൃതികൾ, ദർശന സൗരഭ്യം തുളുമ്പുന്ന അവിടുത്തെ കൃതികൾ. അപ്പോൾ ഏതായാലും നമ്മൾ കൃതികളിലൂടെ ഒരു പഠനയാത്രയൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അല്പസ്വല്പം വേദാന്ത കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അതെന്താണ് പറഞ്ഞത് എന്നൊക്കെ മനസ്സിലാകുന്ന രീതിയിലൊക്കെ നമ്മുടെ ഉള്ളം കുറച്ചൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ തെളിച്ചം ഇനി കുറയാതെ കൂടുതൽ കൂടുതൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ആ സ്വാമിജി പറഞ്ഞ പോലെ ശ്രവണവും മനനവും നിധിധ്യാസനത്തിലൂടെ ആ സത്യത്തെ ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. വേദാഗമസാരങ്ങൾ അറിഞ്ഞ പരബ്രഹ്മസ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവനെ നേരായി അറിയാൻ, ഇപ്പൊ സ്വാമിജി പറഞ്ഞല്ലോ, ഇപ്പോഴും ആളുകളുടെ മുന്നിൽ സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനും ഒക്കെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് നടന്നു നീങ്ങിയ ദൈവങ്ങളൊക്കെ രാജാക്കന്മാരും ഭരണാധികാരികളും ഒക്കെ ആയിട്ട് നടന്നു നീങ്ങിയ രാജാക്കന്മാരൊക്കെയാണ് നമ്മളുടെ ദൈവ പദവിയിൽ ഇന്ന് നമ്മളുടെയൊക്കെ പൂജാമുറിയിലുള്ളത്. ഇതിപ്പോ നമ്മളെ ഗുരുവിന്റെ 171ാമത് ജയന്തിയും 98ാമത് മഹാസമാധി ദിനവും ആചരിക്കുമ്പോൾ, ആ പുണ്യമായ മംഗളകരകമായ നിമിഷങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ, ഗുരുവെന്ന ചൈതന്യം ഒരു ജീവൻ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുക എന്ന് അനുഭവത്തിലൂടെ കാണിച്ചു തന്നിട്ട് അതിനെ നമുക്ക് ഓതിത്തന്ന ഋഷീശ്വരനാണ്. ആ ഋഷീശ്വരനെ നമുക്ക് മാതൃകയാക്കാൻ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയാണ് നമുക്ക് മാതൃകയാക്കാൻ സാധിക്കുക? അപ്പോൾ അങ്ങനെയുള്ള ഗുരുവിനെ അറിയണമെങ്കിൽ തീർച്ചയായും നാം അതും ഇതും കേട്ടിട്ട് കാര്യമില്ല. ഗുരുവിന്റെ ദർശനങ്ങളിലൂടെ തന്നെ, ഗുരുവിന്റെ ദർശനത്തിലൂടെ തന്നെ നാം നടന്നു പോകേണ്ടതുണ്ട്. അതിനെ തന്നെ നമ്മൾ അറിഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് നാം സൂത്രകാരനായ ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെടുകയാണ്. സൂത്രകാരനും സൂക്തികാരനുമായ ഗുരു നമുക്കൊക്കെ പരിചയമില്ലാത്തൊരു ഗുരുവാണ്. ആ ഗുരുവിനെ നമ്മൾ ഇനി പഠിക്കണം, പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതിലിരിക്കുന്ന ഓരോ മഹത്തുക്കളും ക്ലാസ്സുകളൊക്കെ നയിക്കുന്നവരാണ്, ധർമ്മപ്രചരണം നടത്തുന്നവരാണ്. അപ്പോൾ ഒരു വാക്ക് കിട്ടിയാൽ അത് 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കൊടുക്കുന്ന ആത്മജിജ്ഞാസുക്കളാണ് ഇതിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ധന്യമാർന്ന ഒരു വേദിയാണ് നമ്മളുടെ ഈ വേദി. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സൂത്രകാരനായ ഗുരു. നിങ്ങളുടെ പ്രഭാഷണങ്ങളിൽ ഇനി ഉൾപ്പെടുത്തുക, ഇങ്ങനെ ഒരു വേദാന്ത സൂത്രം ഗുരു രചിച്ചിട്ടുണ്ട് എന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ നമ്മുടെ പ്രസംഗത്തിന്റെ ഹെഡിങ് സൂത്രകാരനായ ഗുരു എന്നായിക്കൊള്ളട്ടെ. അപ്പോൾ ഇന്ന് ഗുരുവിനെ അറിയാൻ, ഗുരുവിന്റെ ദർശനം അറിയാൻ ധാരാളം ആളുകൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷം ഉള്ള കാര്യമാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ചെറുതല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഭാരതത്തിന്റെ നിധിയായ ആ ജ്ഞാനത്തെ 24 സൂത്രങ്ങളിലാക്കി തരുമ്പോൾ അതിനെ പഠിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ അധ്യാത്മ ഗ്രന്ഥങ്ങളെല്ലാം നമ്മളുടെ ഉള്ളിലേക്കായി എന്നർത്ഥം. അതുകൊണ്ട് വളരെ ശ്രദ്ധയും ധ്യാനവും ഏകാഗ്രതയുമൊക്കെ ഇതിന്റെ പഠനത്തിൽ നമുക്ക് ആവശ്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ഇന്ന് ഓടുകയെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇന്ന് 100 ഭഗവത്ഗീത പഠിക്കാൻ വിളിച്ചാൽ നമ്മൾ അങ്ങോട്ട് ഓടും, നാരായണീയം പഠിക്കാൻ വിളിച്ചാൽ നമ്മൾ അങ്ങോട്ട് ഓടും, ലളിതാ സഹസ്രനാമം പഠിക്കാൻ ഇപ്പൊ നോബിളൊക്കെ പറഞ്ഞ 1000 പേരുണ്ടെന്ന് വേദിയില്. ഇവരൊരാളോട് നമുക്ക് എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചൊല്ലാൻ പഠിച്ചു എന്നായിരിക്കും പറയുക, അല്ലെങ്കിൽ വാക്കിന്റെ അർത്ഥം പഠിച്ചു എന്നായിരിക്കും പറയുക. എത്രയൊക്കെ അർത്ഥം പഠിച്ചാലും ബോധാചാര്യക്കഴൽ ചെങ്കമലമതിനടിക്കാണ് നിർവാണലോകം. എത്രയൊക്കെ വേദങ്ങൾ പഠിച്ചാലും പ്രസംഗിച്ചാലും പണ്ഡിതനായാലും ആ ബോധത്തെ അനുഭവമാക്കിയില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ബോധത്തെ അറിഞ്ഞ് അനുഭവിക്കുന്ന ഒരു ഋഷീശ്വരനെ, അവിടുന്ന് തന്ന മന്ത്രത്തെ, അത് വേദസാരമാണെന്ന് പോലും അറിയാതെ
അതിനെയൊക്കെ വിട്ടുകൊണ്ട് നമ്മുടെ ഈ ഓട്ടം നടക്കുമ്പോൾ ചിലപ്പോൾ ഓടാനായിരിക്കും വിധിയെന്ന് നമുക്ക് തോന്നിപ്പോകും. എല്ലാത്തിൻ്റെയും സാരം ഒന്നാണെന്ന് നമ്മൾ പഠിക്കും. ഈ വേദാന്ത സൂത്രമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ജ്ഞാനത്തിലേക്ക് എത്തുന്നു കരുതുന്നുണ്ട്. അർത്ഥം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ചൊല്ലാൻ പഠിച്ചതുകൊണ്ടോ നമ്മുടെ ഉള്ളിൽ വെളിവുണ്ടാവില്ല. വെളിവുണ്ടാകണമെങ്കിൽ അറിയേണ്ടത് എന്താണെന്ന് കൃത്യമായി നാം അറിയണം. അറിഞ്ഞതിന് ശേഷം ചൊല്ലുക, പഠിക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിൽ വെളിവുണ്ടാവും. അല്ലെങ്കിൽ ജന്മാന്തരങ്ങളായി നമ്മളിങ്ങനെ ഓടേണ്ടി വരും. ഈ സത്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഗുരു അതുകൊണ്ടാണ് പറഞ്ഞത്, കയ്യിലാണ് ഇരിക്കുന്നത് കൽപ്പക വൃക്ഷക്കനി. അതിനെയാണ് ഭക്ഷിക്കാതെ കളഞ്ഞിട്ട് കാഞ്ഞിരക്കനിയെ തേടി ഒരു നാമം കൊണ്ട്, ഒരു 3 അക്ഷരം കൊണ്ട് വേദത്തെ മൊത്തം ചെമ്മീലാക്കി തരുമ്പോൾ അതിന് മനസ്സിലാക്കാൻ കെൽപ്പില്ലാതെ ത്രാണിയില്ലാതെ 1000 നാമങ്ങളും നാവ് കൊണ്ട് ഉച്ചരിച്ച് നടന്നുകൊണ്ട് എന്താ പ്രയോജനം? ഇതൊക്കെ ഒരിടത്ത് സ്വസ്ഥമായിരുന്ന് എന്താണ് ഇതിൻ്റെയൊക്കെ പൊരുള്, അർത്ഥം എന്നൊക്കെ നമ്മളൊന്ന് തിരിക്കണം. എല്ലാവരും പഠിക്കുന്നു, ഞാനും പഠിക്കുന്നു. ഞാൻ ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഭാഷണമല്ല. നിങ്ങളുടെ ഓട്ടം സത്യമറിഞ്ഞ് ഓടണമെന്ന് മാത്രമേ പറയുന്നു. ഗുരു നമ്മളോട് പറഞ്ഞു, കയ്യിലിരിക്കുന്ന കൽപ്പക വൃക്ഷക്കനിയാണ്. അതിനെ ഭക്ഷിക്കാതെ കളഞ്ഞിട്ട് കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ച് വിഷം കൊണ്ട് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ തരേണ്ടതെല്ലാം ഉള്ളിൽ തന്നെ എന്തും തരാൻ സമർത്ഥമായ ഒരു ആത്മ ചൈതന്യം ഉള്ളിൽ ഇരിക്കുമ്പോൾ അതിനെ അറിയാതെ, ഈ വിലമതിയാത്ത വിളക്കിനെ അറിയാതെ മറ്റെന്തൊക്കെയോ തേടിയുള്ള നമ്മുടെ യാത്ര, ഓട്ടം, അതിന്റെ സ്പീഡ് ഇത്തിരി കുറക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. വേറെ ഒന്നും പറയുന്നില്ല. ഏകദേശം വേദാന്ത സൂത്ര പഠനത്തിലൂടെ ഏകദേശം ഒരാശയത്തിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റുമെന്ന് കരുതും. അപ്പോൾ പറയുന്നത്, പഠിക്കാൻ പോകുന്ന കാര്യം കുറച്ച് ഗഹനമാണ്. അത് വളരെ ശ്രദ്ധയോടെ ധ്യാനത്തോടു കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഗുരുതികൃതികളുടെ കൂട്ടത്തിൽ നാം എപ്പോഴും മാറ്റിവെച്ചിട്ടുള്ളൊരു കൃതിയാണ് വേദാന്ത സൂത്രം. ഒരുപക്ഷെ അത് സംസ്കൃത ഭാഷയിലുള്ളത് കൊണ്ട്, കടുകട്ടിയായ സംസ്കൃത ഭാഷയിലുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് മറ്റു കൃതികൾ പാടുന്നത് പോലെ നമുക്ക് പാടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ പാടുമ്പോൾ അതിൻ്റെ സുഖം കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം, അല്ലെ? നമ്മളതിങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുവാണ്. ഇപ്പോൾ നമ്മൾ എന്തായാലും അത് കൈകൊണ്ട് എടുത്തിരിക്കുക. എടുത്ത സ്ഥിതിക്ക് ഇതെന്താണെന്ന്, അതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കിയേ അടങ്ങൂ എന്നൊരു ഉറച്ച ചുവടോടുകൂടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ക്ലാസ്സുകൾ കൃത്യമായി ക്ലാസ്സുകളിൽ കയറണം. ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും എനിക്ക് പിടികിട്ടിയില്ല എന്ന് കരുതിയിട്ട് ക്ലാസ് സ്കിപ്പാകരുത്. ആ പിടികിട്ടാത്തതിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് മനസ്സിലാവും, സംശയമില്ല. അപ്പോൾ സംസ്കൃത ഭാഷയിലാണ് ഗുരു വേദാന്ത സൂത്രം രചിച്ചിരിക്കുന്നത്. 24 സൂത്രങ്ങളിലായിട്ടാണ് ഇത് രചിച്ചിരിക്കുന്നത്. വേദസാരത്തെ അല്ലെങ്കിൽ വേദസാരമാകുന്ന ആ പരമസത്യത്തെ സൂത്രരൂപത്തിൽ, ചുരുങ്ങിയ രൂപത്തിൽ ഉള്ളടക്കി വെച്ചിരിക്കുന്ന കൃതിയാണിത്. അപ്പോൾ ഇത് വേദവും ഉപനിഷത്തും ഒക്കെ നമ്മൾ ഈശാവാസ്യ ഉപനിഷത്ത് പഠിച്ചപ്പോൾ ഒന്ന് വിചാരം ചെയ്തതാണ്. അതുകൊണ്ട് അതിലേക്ക് അധികം പോകുന്നില്ല. ഒരു കാര്യം അറിയുക, അനശ്വരങ്ങളായ നിത്യസത്യങ്ങളാണ് വേദങ്ങൾ. വേദം എന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. വേദാഹി അമൃതാഹ എന്ന് പറയാം. ഈ ജ്ഞാനം അമൃതമാണ്, നാശമില്ലാത്തതാണ്. ആത്മാവിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഉപദേശങ്ങളാണ് ഈ വേദത്തിൽ അടങ്ങിയിരിക്കുന്നത്. വേദങ്ങളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്: സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. അതിലെ വേദത്തിന്റെ അന്തിമ ഭാഗം എന്ന് പറയുമ്പോൾ ഈ കർമ്മകാണ്ഡത്തിന് ശേഷം വരുന്ന ജ്ഞാനകാണ്ഡമാണ് ഉപനിഷത്ത്. അപ്പോൾ അതിന്റെ സത്താണത്. നമ്മൾ എടുക്കേണ്ടത് ആ സത്താണ്. അതിനപ്പുറം ഒരു ജ്ഞാനമില്ല. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വേണ്ടി നാം ആഗ്രഹിക്കില്ല. കേൾക്കേണ്ടത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കാൻ നാം ആഗ്രഹിക്കില്ല. അത്തരത്തിലുള്ള ഒരു ജ്ഞാനമാണ് ഉപനിഷത്തുക്കളിൽ സന്നിഹിതമാക്കി വെച്ചിട്ടുള്ളത്. അത് ഋഷീശ്വരന്മാരുടെ ആത്മാനുഭവത്തിൽ നിന്ന് ഊറി വന്ന അമൃത വചനങ്ങളാണ്. അവരുടെ സ്വത്വത്തിൽ നിന്ന് ഊറി വന്ന വചനങ്ങളാണ്. ഇനി എങ്ങനെയാണ് ഈ ഉപനിഷത്ത് ഉണ്ടായത്, ഈ ജ്ഞാനം ഉണ്ടായത് എന്നാണെങ്കിൽ, ഈ പ്രപഞ്ചത്തില് ഒന്നും ശാശ്വതമല്ല എന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ, നമ്മൾക്കിവിടെ ഈ ലോകത്ത് നമ്മൾ
വ്യാപരിക്കുമ്പോൾ ഇവിടെ ഒന്നും സത്യമല്ല, ഇത് നശിച്ചു പോകുന്നതാണെന്ന് അറിഞ്ഞാലും നമ്മൾ അതിൽ സംഘം വെച്ചുകൊണ്ട് ജീവിക്കുക. എല്ലാവരുടെയും കയ്യിലുള്ള നഷ്ടപ്പെടും, എൻ്റെ കയ്യിലുള്ള നഷ്ടപ്പെടില്ല, എല്ലാവരും മരിക്കും, ഞാൻ മരിക്കില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കളവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷം നമ്മൾ നടന്നു പോണത്. പക്ഷെ ഓർക്കണം, ഇത് ഈ പൊയ്യ് തന്നെയാണ്, നശിച്ചു പോകുന്നത് തന്നെയാണ്. അപ്പൊ ഈ പൊയ്യിൽ കിടന്ന്, ഈ കളവിൽ കിടന്ന്, ഈ ജഡത്തിൽ കിടന്ന് കുത്തിമറിയാനൊന്നും ബുദ്ധിമാന്മാരായ ഋഷീശ്വരന്മാരും മെനക്കെട്ടില്ല. അവരെന്ത് ചെയ്തു? അവരുടെ ഈ ബാഹ്യ പ്രകൃതിയിൽ നിന്നും ആ ആന്തരിക പ്രകൃതിയിലേക്ക് അവരുടെ അന്വേഷണം മാറ്റി. കാരണം നശ്വരമായ ഒന്നിനെ കുറിച്ച് ചിന്തിച്ച് ഇതിൽ കിടന്ന് കേണുവാണ് നാൾ കഴിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഈ ബാഹ്യ പ്രകൃതിയിൽ നിന്ന് ആന്തരിക പ്രകൃതിയിലേക്ക് തങ്ങളുടെ അന്വേഷണം മാറ്റി. അതിൽ നിന്ന് പടിപടിയായി അവർക്കുണ്ടായ അനുഭവം, ആ ഉൾവെളിച്ചത്തിന്റെ രേഖകളാണ് ഉപനിഷത്ത്. നമ്മൾ ഇപ്പോഴും ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് ശാസ്ത്രജ്ഞന്മാർ ഈ ബാഹ്യ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ വെച്ചാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും പ്രപഞ്ച രഹസ്യം തെളിയാത്തത്. പുറമേ അല്ല, സത്യം മറഞ്ഞു പോയിരിക്കുന്നത് അകത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഋഷീശ്വരന്മാർ ബാഹ്യ പ്രകൃതിയിൽ നിന്ന് ആന്തരിക പ്രകൃതിയിലേക്ക് തങ്ങളുടെ അന്വേഷണത്തെ ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ ഫലമായി തെളിഞ്ഞു വന്ന മിഴിവുറ്റ തെളിവാർന്ന അനുഭവ കുറിപ്പുകളാണ് ഉപനിഷത്തുകൾ. ശ്രീഗുരുവിന്റെ രചനകൾ അത്രയും വേദം കടഞ്ഞെടുത്ത അമൃതാണ്. ഇത് പഠിക്കുമ്പോൾ നമുക്ക് തോന്നും അപ്പുറത്ത് പോയി കുറച്ച് ഒന്ന് കേൾക്കാമെന്ന് തോന്നും. അത് കഴിയുമ്പോൾ നമ്മൾ പ്രൗഢിയോടെ പറയും, ഞാൻ ഇത്രയും നാള് ഭഗവത്ഗീത പഠിക്കുകയായിരുന്നു, അല്ലെ? ഏതെങ്കിലും ഒന്നില് മനസ്സുറപ്പിക്കൂ, ഒന്നിനെ കിട്ടുമ്പോൾ അത് തന്നെയാണ് എല്ലാമെന്ന് അറിയണമെങ്കിൽ നമ്മൾ മനസ്സിനെ ഒന്ന് നിശ്ചലമാക്കി ഒന്ന് അന്വേഷിക്കണം. അവിടെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഈ വേദാന്ത സൂത്രത്തിന്റെ എക്സ്പാൻഷൻ, സൂത്രരൂപത്തിൽ ചിമിഴിലാക്കി വെച്ചിരിക്കുന്നതിന്റെ എക്സ്പാൻഷനാണ് ഈ ഗുരുവിന്റെ കൃതികളിലൊക്കെ ഉള്ളത്. അത് ഓരോന്നും നമ്മൾ എടുക്കുമ്പോൾ പറഞ്ഞു പോവാം. അപ്പൊ ഇത് പഠിച്ചാൽ അത് എല്ലാതും പഠിച്ച തുല്യവും കൂടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിന്ന് സ്കിപ്പായാലും പോകാതെ കിട്ടാവുന്നത്ര ജ്ഞാനം നമുക്ക് എടുത്താൽ ഗുരുവിന്റെ മറ്റ് കൃതികളിലേക്ക് കടക്കുന്നതിനുള്ള ഒരു താക്കോലും കൂടിയാണ് എന്ന് നമ്മൾ അറിയണം. അനേകം ജന്മങ്ങൾക്കുള്ള വിത്തുമായിട്ടാണ് ഓരോ മനുഷ്യനും ഈ ലോകത്തേക്ക് വരുന്നത്. ഒരു ജന്മത്തേൽ അനേകം ജന്മങ്ങൾക്കുള്ള വിത്ത്. വാസനകളുടെ ശക്തി കൂട്ടി കട്ടി കൂട്ടി ആഗ്രഹിച്ച് ദുഃഖിച്ച് വിഷമിച്ച് അങ്ങോട്ട് പോകും. കർമ്മവാസന ഫലമായി പിന്നെയും വരും, പിന്നെയും വാസനകൾ സഞ്ചയിച്ചുകൊടുന്ന് പോകും. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ജ്ഞാനമാം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. ഒന്ന് കേൾക്കൂ. അത് ഗുരുവിന്റെ ആ ഒരു അനുശാസനം കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് ഒന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാവും, ഇത് നമ്മളോടാ പറയണേ. ഉറങ്ങിക്കിടക്കുന്ന നമ്മളോടാ ഈ പറയണത്. മതി, എത്ര ജന്മങ്ങളായി, ഇനി ഈ ജ്ഞാനനദിയിൽ നിന്ന് അല്പമൊന്ന് നുകർന്നിട്ട് കടന്നു പോകും എന്ന് പറയാനാണ് ആ ആത്മദർശനത്തിൽ നിന്ന് വിശ്വദർശനത്തിലേക്ക് അവിടുന്ന് വന്നത്. പക്ഷെ നമ്മളാരും കേട്ടുമില്ല, നമുക്ക് മനസ്സിലായിട്ടുമില്ല. നമ്മള് ഒരു മഹാരോഗത്തിനുള്ള ഔഷധം തന്നിട്ട് ഔഷധം ഒരു ചില്ലുകൂട്ടിൽ വെച്ച് പൂട്ടിയിട്ട് നമ്മള് അതിനെ തൊഴുതിട്ട് പോകും. ഇതാണ് നമ്മുടെ അവസ്ഥ. അല്ലെങ്കിൽ അതിനെ പൂവിട്ട് പൂജിച്ചോട്ട് പോകും. ഇതാണ് നമ്മുടെ അവസ്ഥ. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിനെ ഗുരുവാക്യങ്ങളെ ഓരോന്നെടുത്ത് മനനം ചെയ്തിട്ട് ഇത് പറയുന്നത് എന്നെ കുറിച്ചാണ്, ഞാൻ ജീവിക്കുന്ന പ്രപഞ്ചത്തെ കുറിച്ചാണ് എന്ന ഒരു വലിയ ജ്ഞാനം നമ്മളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഈ ഭൗതികത്തിൽ കിടന്ന് നമ്മൾ എത്ര കളിച്ചു കുളച്ച് ഓടിയാലും, നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ, എന്തിനേയും നമ്മൾ ഏറ്റവും അധികം ഇവിടെ സ്നേഹിച്ചിട്ടുണ്ടോ, ഏറ്റവും അധികം സ്നേഹിച്ച നമ്മളെ തന്നെയാണ്, നമ്മുടെ ശരീരത്തെ തന്നെയാണ്. അതടക്കം നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട്, അതിനെ ചൊല്ലി നമ്മൾ വേദനിച്ചുകൊണ്ടായിരിക്കും ഈ ലോകത്ത് പോകുന്നത്. അതുകൊണ്ട് ആനന്ദത്തിനുള്ള വക നമ്മളിൽ വെച്ചിട്ടുണ്ട്. അതിനെ അറിഞ്ഞ് ജീവിച്ചാൽ ഏറ്റവും ശാന്തവും സുഖവുമായി ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. ഗുരുവിന്റെ കൃതി നമുക്ക് സംസാര ബീജത്തെ നശിപ്പിച്ചു കളയും. കാരണം ഇത് പഠിക്കുന്നതിനൊരു ആമുഖം പറഞ്ഞേ പറ്റും. പിന്നെ ഒരു ക്ലാസ്സും കൂടി ഇതിന്റെ ആമുഖം കഴിഞ്ഞാലേ നമുക്ക് കൃതിയിലേക്ക് എൻ്റർ ആകാൻ പറ്റുള്ളൂ.
അതായത് സംസാര ബീജത്തെ നശിപ്പിക്കണം. സംസാര ബീജം നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ആധ്യാത്മികതയിൽ ഇരിക്കുമ്പോൾ പോലും എന്റെ ഗ്രൂപ്പ്, നിന്റെ ഗ്രൂപ്പ്, എന്റെ ഗുരു, നിന്റെ ഗുരു, അല്ലെ, എന്റെ നോട്ട്, നിന്റെ നോട്ട്, നമുക്കെല്ലാം ഒന്നാണെന്ന് കാണാൻ നമുക്ക് പറ്റണില്ല. കാരണം നമ്മളിത് പറയും, പക്ഷെ നമുക്കത് പറ്റണില്ല, നമുക്ക് ഉള്ളിലേക്കാകാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് എവിടെയൊക്കെയോ പ്രോബ്ലം ഉണ്ട്. എല്ലാത്തിനെയും ഒന്നായി കാണാനാവാത്തൊരു മാനസിക സ്ഥിതി, മനസ്സിന്റെ സ്ഥിതി നമുക്കുണ്ടെങ്കിൽ രാഗവും ദ്വേഷവും അകന്നിട്ടില്ല. അപ്പൊ അവ മാറാത്തപ്പോ നമ്മളത് നാമജപങ്ങൾക്ക് ശക്തി കൂട്ടിക്കൊണ്ട് ഭഗവാനോട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് മനോമാലിന്യങ്ങൾ കടന്നുകൂടുമ്പോൾ സമർപ്പണം ചെയ്ത് തന്നെ കടന്നു പോകണം. തെറ്റായ വിചാരങ്ങളും രാഗവും ദ്വേഷവും ഒക്കെ ഞാനടക്കം നമുക്കൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം മാറ്റാൻ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഗുരുവിനോട് അപേക്ഷിച്ച് കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഗുരുവിന്റെ കൃതികളുടെ പൊരുള് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞപ്പോ വേദത്തിന്റെ അന്തം ഉപനിഷത്ത്, ഇനി പറയുന്ന കാര്യം ഒത്തിരി ഒന്ന് ശ്രദ്ധ കൊടുത്ത് കേൾക്കണം. നമ്മൾ പറഞ്ഞു വേദം എന്ന് പറഞ്ഞു, വേദത്തിന്റെ അവസാന ഭാഗമായ ഉപനിഷത്ത് എന്ന് പറഞ്ഞു. ഈ ഉപനിഷത്തിൽ എത്തിയാൽ പിന്നെ നമുക്ക് ഈ ലോക ജീവിതത്തിലെ എല്ലാ പരമമായ ജ്ഞാനമായി എന്നൊക്കെയാണ് നമ്മൾ കരുതി ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു പോകുന്നത്. പക്ഷെ അതിനെ നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ഗുരു പറഞ്ഞു തന്നുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് വെറുതെ ചിന്തിച്ചേ. വേദം മീൻസ് അറിവ്. വേദം എന്ന് പറഞ്ഞ അറിവാണ്. അറിവ് എങ്ങനെയുള്ള അറിവാ? ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ്. വെറുതെ ഒന്ന് ചിന്തിച്ചേ. വേദം എന്ന വാക്കിന് അറിവെന്നാണെങ്കിൽ അത് ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവാണ്. ലോകത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അറിവുകളെല്ലാം എടുക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എങ്ങനെ എടുക്കും? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധമായിട്ടാണ് നമ്മൾ ഭൗതിക വിഷയങ്ങൾ എടുക്കുന്നത്. വേദം അറിവാണ്. അറിവെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് നമ്മൾ എടുക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഇന്ദ്രിയങ്ങളുടെ ശബ്ദമായും സ്പർശമായും രൂപരമായും രസമായും ഗന്ധമായും ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ ഈ അറിവുകൾ ഭൗതികമായ അറിവാണ്. ശ്രദ്ധിക്കണം, വേദാന്തത്തെ വിശദീകരിക്കുകയാണ്. ഈ അറിവ് ഭൗതികമായ അറിവുകളാണ്, അല്ലെ? അപ്പോ ഈ ഭൗതികമായ അറിവുകൾക്കെല്ലാം ചൈതന്യമായിരിക്കുന്ന ഒരു